കിച്ചു ഇപ്പോ ഒരുപാട് രേണുവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലേ? ഇപ്പോഴൊന്നല്ല, അവന് അന്ന് തൊട്ടേ അങ്ങനെയാണ്. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോത്തില്ല, അതിന് അടി, എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. കിച്ചു ഇപ്പോ ഒരുപാട് രേണുവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലേ? ഇപ്പോഴൊന്നല്ല, അവന് അന്ന് തൊട്ടേ അങ്ങനെയാണ്. പിന്നെ ആൾക്കാർ ഓരോന്ന് തിരുത്തുന്നത്. ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ ബന്ധം തന്നെ സുചേട്ടനെ എന്താ പറയാ, ചേട്ടനുള്ളപ്പോ തൊട്ടുള്ള ബന്ധം തന്നെയാണ്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഇന്നും അങ്ങനെ. പിന്നെ അവൻ പഠിക്കുന്ന സമയമായോണ്ട് അവൻ അങ്ങോട്ട് മാറി. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞു. ഷാജി എന്ത് പറഞ്ഞു? എനിക്ക് എന്റെ ഒരു ലൈഫ് സ്റ്റോറി പറയണമെന്നുണ്ട്. എന്താ ഉറക്കം വരുന്നു. 5ാം ക്ലാസ്സിൽ വെക്കേഷൻ ആ ടൈമില് ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുക, ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു ദിവസം ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണുസുതി. എന്താണ് മക്കളെ അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്, സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ആദ്യം ഞാൻ കാണാൻ വന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ, ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്? അളിയത് എന്ത് ഭാവിച്ചാ തുണി മാറുന്നത് പോലെ പെണ്ണുങ്ങളെ ഇങ്ങനെ ഇടക്കിടക്ക് മാറുന്നത്? കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോവാ എന്തൊക്കെയോ ഇതാകുന്നു. ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. അല്ലാതെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു എന്താണ് ഒരു തുടക്കം. അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. ആണോ? ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ, അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയിരുത്തി കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. സത്യം മനഃപൂർവ്വമല്ല, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ്. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം, പ്ലീസ്. എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോത്തില്ല, അതിന് അടി. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ, നാണം കെട്ടോനെ. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി ഇതൊക്കെ പറയണോന്ന് എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയത്തില്ലെന്ന്. വിശ്വസിക്കരുത്, ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. മൊത്തത്തിൽ റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. ആരുമില്ല, ഇങ്ങനെ ഗെയിമും കളിച്ച് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാനും അച്ഛനും സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാ, ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു.